ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ അധ്യക്ഷ. ചേലക്കരയിൽ SIR ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ. ചേലക്കര പത്തുടി സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമലംഘനം നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പിടിമുറുക്കാൻ ജില്ലാ ഭരണകൂടം. കർശന നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കളക്ടറുടെ നിർദ്ദേശം. കളക്ടറുടെ നടപടി ഊരകം ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഇത്തവണ 1 ലക്ഷത്തോളം ഭക്തർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം അധികൃതർ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചിമുറി ബ്ലോക്കിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ ശുചിമുറി ബ്ലോക്കാണ് നശിപ്പിച്ചത്. വാർത്തകളിലേക്ക് വിശദമായി. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയാണ് ബുധനാഴ്ച പൊള്ളലേറ്റ് മരിച്ചത്. യുവതിയുടെ കുടുംബം സ്ത്രീധന പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. പരിഷ്കൃതമെന്ന് നാം വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ മരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ഉറപ്പാക്കും. കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും P. സതീദേവി പറഞ്ഞു. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര പത്തുടി സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിന് നൽകിയ ഫോം തിരികെ വാങ്ങാനെത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് നേരെയാണ് യുവാവ് മോശമായി പെരുമാറിയത്. BLO ഇലക്ഷൻ വകുപ്പിന് നൽകിയ പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നിയമ നടപടി സ്വീകരിക്കുന്നതിനായി തൃശൂർ സിറ്റി റൂറൽ പോലീസ് മേധാവിമാർക്കും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് എന്നിവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം, മത്സരയോട്ടം, ബസ് ജീവനക്കാർക്കിടയിലെ ലഹരി ഉപയോഗം, സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അമിത ശബ്ദത്തിൽ ഹോൺ മുഴക്കി മറ്റ് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി സർവീസ് നടത്തുക തുടങ്ങി നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. ആവശ്യമുള്ള റൂട്ടുകളിൽ ബസ്സുകളുടെ സമയക്രമം പുതുക്കി നിശ്ചയിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. വെള്ളാങ്ങല്ലൂർ, അരിപ്പാലം, എടക്കുളം, ചേലൂർ റൂട്ടിൽ ബസ്സുകളുടെ അമിതവേഗം അപകട ഭീഷണി ഉയർത്തുന്നു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഞ്ചായത്തിൽ പരാതി നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാലാണ് വെള്ളാങ്ങന്നൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. നേരത്തെ ഈ 2 വഴികളിലൂടെയും മതിലകത്തേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മിനിറ്റുകൾ ഇടവിട്ടാണ് വളരെ വേഗത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പുകളും ഓർഡിനറി ബസ്സുകളും കടന്നുപോകുന്നത്. വഴി തിരിച്ചുവിടുന്നതിനാൽ കൂടുതൽ ദൂരം ചുറ്റി വളയേണ്ടി വരികയാണ്. അതിനാൽ സമയക്രമം പാലിക്കാൻ വേണ്ടിയാണ് അതിവേഗമെന്ന് ബസ്സുകാർ പറയുന്നു. കൽപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളും BVM HSS സ്കൂളും റോഡിനോട് ചേർന്നാണ്. അരിപ്പാലം സെന്ററിലും എടക്കുളത്തും LP സ്കൂളുകളുമുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഈ മേഖലയിൽ കാണാവുന്ന രീതിയിൽ ഒരു സൂചനാ ബോർഡോ സ്പീഡ് ബ്രേക്കറുകളോ സ്ഥാപിച്ചിട്ടില്ല. സ്ഥിരം അപകട സ്ഥലമായ വാട്ടർ ടാങ്ക് റോഡ് വളവിലും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടില്ല. ബസ്സുകളുടെ മത്സരയോട്ടം നിർത്തണമെന്നും വാഹനങ്ങളുടെ അതിവേഗത നിയന്ത്രിക്കാൻ അധികാരികൾ കർശനമായി ഇടപെടണമെന്നും പഞ്ചായത്തിന് നൽകിയ പരാതിയിൽ സ്കൂൾ അധികൃതരും പൂർവ്വ വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. ഇത്തവണ 1 ലക്ഷത്തോളം ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെ തിങ്കളാഴ്ചയാണ് ഏകാദശി ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടികൾക്കായി 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ദർശനത്തിനായി പൊതുവരിയിൽ നിൽക്കുന്ന ഭക്തർക്ക് പ്രഥമ പരിഗണന നൽകും. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ VIP ദർശനം അനുവദിക്കില്ല. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ നിർമ്മാല്യത്തിന് ക്ഷേത്രനട തുറന്നാൽ പൂജകൾക്കല്ലാതെ ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മുൻപ് അടക്കില്ല. ഗജരാജൻ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും ദശമി ദിവസമായ ഞായറാഴ്ച നടക്കും. ഏകാദശി ദിവസം രാവിലെ 6:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. ഏകാദശി വിഭവങ്ങളോട് കൂടിയ പ്രസാദ ഊട്ട് രാവിലെ 9 തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. ഏകദേശം 60,000-ഓളം ഭക്തർക്കുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. ഏകാദശി ഒരുക്കങ്ങളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിനിടെയാണ് ചെയർമാൻ ഇക്കാര്യം അറിയിച്ചത്. സുപ്രീംകോടതി വിധിപ്രകാരമാണ് ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടത്തുന്നത്. ദൈവഹിതമല്ലാത്തതിനാൽ പരിഹാരക്രിയ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രിയുടെ അഭിപ്രായത്തെ തുടർന്ന് ദേവസ്വം കഴിഞ്ഞ വർഷം ഏകാദശിക്ക് ഉദയാസ്തമന പൂജ നടത്തിയില്ല. ഇതേ തുടർന്ന് തന്ത്രി കുടുംബമായ പുഴക്കര ചേനാസ് മനയിലെ ചില അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടോടെ ഹർജി തള്ളി. ഇതേ തുടർന്നാണ് തന്ത്രി കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. വൃശ്ചിക ഏകാദശിക്ക് പൂജ നടത്തണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടു. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചിമുറി ബ്ലോക്കിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ ശുചിമുറി ബ്ലോക്കാണ് നശിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ ശുചിമുറി ബ്ലോക്ക് നിർമ്മിച്ചത്. സീലിംഗുകളും ടാപ്പുകളും അടിച്ചു തകർത്ത നിലയിലാണ്. പരിസരത്തെ നിരീക്ഷണ ക്യാമറയും നശിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജാബിർ, പ്രജി, അഭിജിത്ത് വിഷ്ണു KS, അമീറ സജീർ, മുഹമ്മദ് റിനൂസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് തീരത്തോട് ചേർന്ന് അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. അഴീക്കോട് കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത്. എറണാകുളം മുനമ്പം സ്വദേശികളായ മോഹൻലാൽ, ചാർലി മെൻഡസ് എന്നിവരുടെ ഉടമസ്ഥതയുള്ള ബോട്ടുകളാണ് പിടികൂടി പിഴ ഈടാക്കിയത്. 2 ബോട്ടുകളിൽ നിന്നുമായി 7 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 3,42,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. കൊരട്ടിക്കരയിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. കൊരട്ടിക്കര അറയ്ക്കൽ കുന്നത്ത് വീട്ടിൽ ശ്രീജയുടെ സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത്. മാലയുടെ പകുതി ഭാഗം നഷ്ടപ്പെട്ടു. അറയ്ക്കൽ കുന്നത്തുകുളം കൊരട്ടിക്കര റോഡിന് സമീപമാണ് സംഭവം നടന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി വലിയ വീട്ടിൽ ജലീൽ, ലോകമലേശ്വരം സ്വദേശി കടമ്പോട്ട് വീട്ടിൽ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് അറസ്റ്റിലായത്.
പുത്തഞ്ചിറ കുന്നത്തേരി സ്വദേശിയിൽ നിന്ന് 90 ലക്ഷം രൂപ വാങ്ങി അത്താണിയിൽ സ്ഥലവും കെട്ടിടവും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്നും പകരം മറ്റൊരു സ്ഥലം കൊടുക്കണമെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പണം വാങ്ങിയ ശേഷം സ്ഥലം തീർന്നു നൽകിയിരുന്നില്ല. സമാനമായ തട്ടിപ്പ് കേസുകൾ ജലീലിനെതിരെ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാളയിലെ ഒരു വനിതാ ഡോക്ടറുടെ പരാതിയിലും ഇയാൾക്കെതിരെ മാള സ്റ്റേഷനിൽ കേസുണ്ട്. ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ നടക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ 251 പോയിന്റോടെ ആതിഥേയരായ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 230 പോയിന്റോടെ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ 2-ാം സ്ഥാനത്തും 206 പോയിന്റോടെ കൊടകര സരസ്വതി വിദ്യാനികേതൻ 3-ാം സ്ഥാനത്തും തുടരുകയാണ്. കലോത്സവം നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ KS ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ്, ജില്ലാ സെക്രട്ടറി MV വിനോദ്, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലോമല പുനർജനി നൂഴലിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഡിസംബർ 1-നാണ് തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ. ഡിസംബർ 1-ന് പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രം ജീവനക്കാരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുന്നത്. ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണികഴിപ്പിച്ചതാണ് പുനർജനി ഗുഹ എന്നാണ് ഐതിഹ്യം. പുനർജനി നൂഴുന്നതിലൂടെ പൂർവ്വജന്മങ്ങളിലെയും ഈ ജന്മത്തെയും പാപങ്ങൾ ഒടുങ്ങി മോക്ഷപ്രാപ്തി കൈവരുമെന്നുമാണ് വിശ്വാസം. 1000-ഓളം ആളുകൾക്ക് മാത്രം അവസരമുള്ള പുനർജനി നൂഴലിന് 10,000-ത്തിലധികം പേർ സാക്ഷികളാകാനെത്തും. തിരുവില്ലാമല പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. പുനർജനി നൂഴാനുള്ള ടോക്കൺ തലേദിവസം വൈകിട്ട് 5 മുതൽ തിരുവില്ലാമല ദേവസ്വം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യും. ടോക്കൺ എടുക്കാൻ വരുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണമെന്ന് തിരുവില്ലാമല ദേവസ്വം മാനേജർ വിജയകുമാർ അറിയിച്ചു. TCV ന്യൂസ്, തിരുവില്ലാമല. കൊഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാട് ശങ്കരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം ഊട്ടുപുരയിൽ ആനച്ചമയ പ്രദർശനം നടക്കും. ഡിസംബർ 1-നാണ് ഏകാദശി. ഏകാദശി ഉത്സവത്തിൽ 15 ആനകളെ അണിനിരത്തി ശീവേലിയും കാഴ്ചശീവേലിയും കുടമാറ്റവും നടക്കും. 4-ന് ആറാട്ടിന്റെ ഭാഗമായി ആറാട്ട് സദ്യ ഉണ്ടാകും. 5-ന് അയ്യപ്പൻ വിളക്കോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 1,73 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അൻവറാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. വെളുത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്, SI രമ്യ കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എരുമപ്പെട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. തിപ്പല്ലൂർ ചിറ്റിലപ്പള്ളി പരേതനായ സേവ്യർ മകൻ 29 വയസ്സുള്ള സനുവാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുളിമുറിയിൽ വീണത്. ഗുരുതരമായി പരിക്കേറ്റ സനു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പിതാവ് സേവ്യറിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച നാട്ടിൽ വന്നിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ദേശപ്പോര്. അഞ്ച് പതിറ്റാണ്ടോളമായി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDFനും ഭരണം സ്വപ്നം കാണുന്ന BJPക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാണ്. ഇക്കുറി നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് വേദിയാകുകയാണ് കൊടുങ്ങല്ലൂർ.
LDFും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പതിവിൽ കവിഞ്ഞ ആവേശം താഴെത്തട്ടിൽ പ്രകടമാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ ഫലം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. LDFിൽ CPMും CPIയും മാത്രമാണ് മത്സര രംഗത്തുള്ളത്. മറ്റു ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല. NDAയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ BDJSനും സീറ്റില്ല. UDFിൽ കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗിനും RSPയ്ക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 46 വാർഡുകളുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഒട്ടുമിക്ക വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോട്ട വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇവിടെ LDFും UDFും നേർക്കുനേർ മത്സരിക്കുകയാണ്. ഒരു വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ്. പ്രചരണം രണ്ടാം ഘട്ടം പിന്നിടുമ്പോൾ ഒട്ടുമിക്ക വാർഡുകളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ കൂടി പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാമുഖ്യം. ഭവന സന്ദർശനത്തിൽ ഊന്നിയ പ്രചരണമാണ് വാർഡുകളിൽ പ്രധാനമായും നടക്കുന്നത്. ഡിസംബർ 11 വിധിയെഴുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു ജനപ്രിയ സിനിമയുടെ ക്ലൈമാക്സ് പോലെ, അതല്ലെങ്കിൽ വാശിയേറിയ ഒരു ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ പോലെ കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. അവസാന ലാപ്പിൽ, അവസാന ഓവറിൽ, ക്ലൈമാക്സിൽ ആര് കപ്പടിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ ഷിഹാബിനോടൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്നും നവാസ് പടുവിങ്ങൽ. തൃശൂർ കോർപ്പറേഷൻ 11ാം ഡിവിഷൻ മുക്കാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് ആവേശം ഉയരുകയാണ്. പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളും വികസന ആവശ്യങ്ങളും മുഖ്യ വിഷയങ്ങളായി ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രവർത്തന പദ്ധതികൾ വ്യക്തമാക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ 11ാം ഡിവിഷൻ മുക്കാട്ടുകരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേവരാജൻ കോച്ചാട്ടിലാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എവിടം വരെയായി പ്രചരണം? ഒരു റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ റൗണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. എങ്ങനെയുണ്ട്? നാട്ടുകാരുടെ ആയാലും വീട്ടുകാരുടെ ആയാലും സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും ജയിക്കും തന്നെ പറയുന്നത്. നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും നല്ലൊരു പ്രതികരണം തന്നെ തരുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? വിജയ 100% ഉണ്ട്. 100% ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള വികസനമായിരിക്കും ഏറ്റവും ആദ്യം നടപ്പിലാക്കുക? നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടുണ്ട്, കുറേ ആ വെള്ളക്കെട്ട് മാറ്റണം. പിന്നെ റോഡുകൾ പകുതിയായിട്ട് 10 കൊല്ലമായിട്ട് റോഡ് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്, എടുത്തിട്ട് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് ശരിയാക്കണം. നല്ലെങ്കര മുക്കാട്ട നെട്ടിശ്ശേരി 3 ഭാഗം എടുക്കുന്ന ഭാഗം. ഈ ഭാഗങ്ങൾ കുറേ വികസനങ്ങൾ നടത്താനുണ്ട്. പിന്നെ വയോജനങ്ങൾക്കൊരു വിശ്രമ കേന്ദ്രം ഇല്ല അവിടെ, അത് ചെയ്യണം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല, അങ്ങനെ കുറേ ലൈബ്രറി ഇല്ല, വായിക്കാനായിട്ട് ലൈബ്രറി ഇല്ല. കാർഷിക മേഖല കണ്ടമാനം ഇതായിട്ട് കിടക്കണം. കാർഷിക മേഖല ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വർഷകാലം വന്നാൽ നിറച്ച് വെള്ളം നിറയും, അത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പറ്റി ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഫുൾ ടൈം 24 മണിക്കൂറും നമ്മൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു പെൺകരുത്താണ് മുക്കാട്ടുകരയിൽ UDFിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്യാമള മുരളീധരൻ. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ, അതായത് 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം പകുതി കഴിയുന്നു. നല്ല രീതിയിൽ തന്നെ നല്ല പോലെ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഞാൻ പ്രചരണം നടത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ 100% വിജയപ്രതീക്ഷ ഉണ്ടോ? നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായിട്ട് ഒല്ലൂക്കര 15ാം ഡിവിഷൻ്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ എൻ്റെ ഡിവിഷൻ്റെ ഒരു ഭാഗം തന്നെ എനിക്ക് മുക്കാട്ടുകര 11ാം ഡിവിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതലുണ്ട്. എന്നാലും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ശ്യാമളേച്ചിയല്ലേ, ഞങ്ങൾക്കറിയാവുന്ന ആളാണെന്നുള്ള പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി അവരെന്ത് പറയുന്നോ, വീട്ടമ്മമാർ എന്ത് പറയുന്നു, എനിക്കാവുന്നതാണ്. ഞാൻ ഈ 10 വർഷമായിട്ട് അവർക്കറിയാം എന്നെ, ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവുന്നതെന്തും ഞാൻ അവരുടെ ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. മക്കളായാലും ഹസ്ബൻഡ് കൂടെ എല്ലാ ദിവസവും വരും. പിന്നെ മക്കളായാലും വീട്ടിൽ ഒപ്പം നിന്ന്, എൻ്റെ 2 മക്കളുടെ കല്യാണം ഇപ്പോൾ അടുത്താണ്. ഈ 16ാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് 17ാം തീയതി തൊട്ടാണ് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയത്. അവർ ആ 2 വന്ന കുട്ടികളും നല്ല രീതിയിൽ തന്നെ, അമ്മ എവിടേക്ക് വേണമെങ്കിലും പോയി വർക്ക് ചെയ്തോളാം, ഞങ്ങളിവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കൾ. ഇടതുപക്ഷ പാരമ്പര്യത്തിന്റെ ആവേശവും ആത്മവിശ്വാസവുമായാണ് MA പോളി മുക്കാട്ടുകരയിൽ കന്നിയംഗത്തിന് ഇറങ്ങുന്നത്. ചേട്ടാ, പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും എല്ലാവിധ സപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു, അതിന് മുന്നേ എൻ്റെ അപ്പൻ സ്ഥാനാർത്ഥിയായിരുന്നു, എൻ്റെ സഹോദരൻ്റെ ഭാര്യ അവരും ഇവിടെ കൗൺസിലിൽ സ്ഥാനാർത്ഥിയായിരുന്നു, എൻ്റെ സഹോദരൻ കേരള കോളേജിലെ ചെയർമാന് ബാസ്റ്റിൻ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊക്കെയുള്ള വീടാണ്. ചേട്ടൻ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ആദ്യകാലത്ത് റോഡിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റോഡുകളുടെ പണികളൊക്കെ പൂർത്തിയായി. ഇവിടെ യാതൊരു വിധത്തിലുള്ള റോഡുകളുടെ ഒരു വിഷയമില്ല. കുടിവെള്ളത്തിന് വിഷയമുള്ള ഒരു ഡിവിഷനല്ലത്. എങ്കിലും വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിൻ്റെ
ചെറിയ ഇതുണ്ടായിരുന്നു, അതും നിങ്ങൾ കൊടുത്ത് തീർത്തു. അവർക്ക് വെള്ളത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല എന്നിരുന്നാൽ തന്നെ അവിടേക്ക് ആ കണക്ഷൻ വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുക്കാട്ടുകരയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. UDF ചാഴൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, VI ഇസ്മയിൽ, KK അശോകൻ, CM പരമശിവൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായിറാം തുടങ്ങിയവർ പങ്കെടുത്തു. CPI മാള മണ്ഡലം സെക്രട്ടറിയുടെ മകനെതിരെ വിജിലൻസിൽ പരാതി നൽകിയതാണ് തന്നെ പുറത്താക്കാൻ കാരണമെന്ന് മുൻ മണ്ഡലം കമ്മിറ്റി അംഗം EK അനിലൻ ആരോപിച്ചു. മണ്ഡലം സെക്രട്ടറിയുടെ മകൻ കരാറെടുത്ത അന്നമനടയിലെ റോഡ് 1 വർഷത്തിനുള്ളിൽ തകർന്നത് സംബന്ധിച്ചാണ് പരാതി നൽകിയതെന്നും അനിലൻ പറഞ്ഞു. അച്ചടക്ക ലംഘനം സംബന്ധിച്ച് CPI മാള മണ്ഡലം കമ്മിറ്റി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസും മറുപടിയും EK അനിലൻ പുറത്തുവിട്ടു. അന്നമനടയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അച്ചടക്ക നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്നും നീക്കിയപ്പോൾ മാത്രമാണ് തിരിച്ചുള്ള ആരോപണങ്ങളുമായി അനിലൻ രംഗത്ത് വന്നിരിക്കുന്നതെന്നും CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ പറഞ്ഞു. ചാവക്കാട് നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആമ്പല്ലൂർ ഡിവിഷൻ UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെണ്ടൂരിൽ നടത്തിയ കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി MP വിൽസൺ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ, സ്ഥാനാർത്ഥി ഷീജ, നേതാക്കളായ K ഗോപാലകൃഷ്ണൻ, സുധൻ കാരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂരിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. പഴയന്നൂർ വീസാൻ പാലസിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന കമ്മിറ്റി അംഗം IN രാജേഷ് നിർവഹിച്ചു. BJP പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് PV വൈദ്യനാഥൻ അധ്യക്ഷത വഹിച്ചു. നോർത്ത് ജില്ലാ സെക്രട്ടറി KN വിനയകുമാർ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, പഴയന്നൂർ ഇൻചാർജ് VC ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രിയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്തുവെന്ന പരാതിയിൽ പഞ്ചായത്ത് മെമ്പർക്കെതിരെ കേസ്. പുത്തഞ്ചിറ പഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പറും നിലവിൽ 11-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയുമായ വാസന്തി സുബ്രഹ്മണ്യനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കൊമ്പത്തുകടവ് സ്വദേശി മുക്രിപ്പറമ്പിൽ MM നൌഷാദ് നൽകിയ പരാതിയിലാണ് കേസ്. കുണ്ടന്നൂർ ചുങ്കത്ത് വാഹനാപകടം. കാർ ലോറിയെ മറികടക്കുന്നതിനിടയിൽ എതിരെ വന്ന സ്കൂട്ടറിലിടിച്ചു. പിന്നീട് നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ യാത്രികന് പരിക്കേറ്റു. വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മലക്കപ്പാറ റോഡിൽ വന്യമൃഗങ്ങൾ നിറഞ്ഞു. കാട്ടുപോത്തിന്റെ കുട്ടി നടുറോഡിൽ മുലപ്പാൽ നുകരുന്ന ദൃശ്യം പകർത്തി യാത്രക്കാർ. ആനക്കയത്തെ കുമ്മാട്ടിയിൽ കലുങ്ക് അപകടാവസ്ഥയിലായതിനാൽ മേഖലയിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇണചേരൽ കാലമെത്തി. വാഴച്ചാൽ മലനിരകളിൽ മലമുഴക്കി വേഴാമ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കാതടപ്പിക്കുന്ന വേഴാമ്പലിന്റെ കേഴൽ ഉയരമേറിയ മരച്ചില്ലകളിൽ നിന്ന് വിനോദസഞ്ചാരികൾ കേൾക്കുന്നുണ്ട്. ഡിസംബർ പകുതിയോടെയാണ് സാധാരണ ഇവയുടെ ഇണചേരൽ. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മുട്ടയിടും. മെയ് മാസത്തിലാണ് മുട്ടകൾ വിരിയുന്നത്. മഴയെ ആശ്രയിച്ച് ഇണചേരൽ നേരത്തെ ആകാറുമുണ്ടെന്ന് മേഖലയിൽ പഠനം നടത്തുന്ന വിദഗ്ധർ പറയുന്നു. ഉയരം കൂടിയ മരങ്ങളിൽ കൂടുകൂട്ടുന്ന ഇവ 2 മുട്ടകളിടും. നിബിഡ വനമേഖലയായ വാഴച്ചാലിൽ 120ഓളം മലമുഴക്കി വേഴാമ്പലുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലമുഴക്കി വേഴാമ്പലുള്ളത് വാഴച്ചാലിലാണ്. നെല്ലിയാമ്പതി, പറമ്പിക്കുളം വനമേഖലകളാണ് എണ്ണത്തിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ. വംശനാശം നേരിടുന്ന ഇവയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ സംസ്ഥാനത്ത് 4000-ൽ താഴെയാണെന്ന് ഹോൺബിൽ ഫൗണ്ടേഷൻ സ്ഥാപകൻ KH ഡോക്ടർ അമിതാഭ് ബച്ചൻ പറഞ്ഞു. വാഴച്ചാലിൽ വംശനാശം നേരിടുന്ന മറ്റൊരു കൂട്ടരായ പാണ്ടൻ വേഴാമ്പലുകൾ വാഴച്ചാലിൽ 200ഓളം എണ്ണത്തെ കണ്ടെത്തി. സംസ്ഥാനത്തെ ഇവയുടെ എണ്ണമാകട്ടെ 1000-ൽ താഴെയും. ആനമല പ്രദേശത്ത് കോഴിവേഴാമ്പലുകളെയും ധാരാളം കണ്ടുവരുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 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 2024 ലോക്
ആളൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായി ഹോട്ടൽ ഉടമയ്ക്കെതിരെ പരാതി. നിള ഫുഡ് കോർട്ട് നടത്തിപ്പുകാരനും കണ്ടാലറിയാവുന്ന സ്ത്രീക്കും പുരുഷനുമെതിരെയാണ് ആളൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തന്റെ ഓഫീസിലെത്തിയ ഉടമയും സംഘവും ഔദ്യോഗിക രേഖകൾ കീറിയെറിഞ്ഞ ശേഷം മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇയാളുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തത് ഹെൽത്ത് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. കോടാലി ടൗണിൽ കുടിവെള്ള പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴി ഒരാഴ്ച കഴിഞ്ഞിട്ടും മൂടാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. ബസ് കാത്തു നിൽക്കുന്നതിന് സമീപത്ത് തന്നെ കുഴി തുറന്നു കിടക്കുന്നത് അപകടത്തിന് വഴിവെക്കും. കുഴിയെടുത്തതിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് തൂൺ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ടൈലുകൾ ഇളക്കിമാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കുഴി മൂടി കാൽനട യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താത്തത് നാട്ടുകാരുടെ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഹൈസ്കൂൾ സംഘടിപ്പിച്ച 25ാമത് അഖില കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ടൂർണമെന്റിൽ കരിമ്പാടം DDSS സ്കൂൾ ചാമ്പ്യന്മാരായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ 1-3 സെറ്റുകൾക്ക് കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. സമാപന സമ്മേളനത്തിൽ മുൻ അന്തർദേശീയ വോളിബോൾ താരം PC ഗോപിത സമ്മാനദാനം നിർവഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം KR സാംബശിവൻ, ഫാദർ റാഫേൽ പുത്തൻവീട്ടിൽ, മാധ്യമപ്രവർത്തകൻ K പ്രസാദ്, PTA പ്രസിഡന്റ് VG സത്യൻ, സിസ്റ്റർ ലിസാൻ, സിസ്റ്റർ ലിസ്മി, മീനു റജി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പോട്ട ചെറുപുഷ്പം ദേവാലയത്തിൽ വിശുദ്ധ കാർലോ അക്യൂട്ടീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠാ കർമ്മം ഞായറാഴ്ച നടക്കും. ഇരിങ്ങാലക്കുട രൂപതാ ഭവനിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പള്ളിയിലെത്തിക്കുന്ന തിരുശേഷിപ്പ് വൈകിട്ട് 5-ന് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ പ്രതിഷ്ഠിക്കും. വികാരി ഫാദർ ടോം മാളിയേക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റൈസൺ തട്ടിൽ, കൈക്കാരന്മാരായ ഡേവിസ് മാളിയേക്കൽ, സെക്രട്ടറി സെബി പേരപ്പടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ സയൻസ് മാത്തമാറ്റിക്സ് പ്രോജക്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു. എക്സിബിഷനിൽ അയ്യന്തോൾ അമൃത വിദ്യാലയം 1ാം സ്ഥാനം നേടി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലാണ് 2ാം സ്ഥാനം. വിജയികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ നിഷ, ദിവ്യ ഉണ്ണി, TP നവീൻ, KR രമ്യ എന്നിവർ നേതൃത്വം നൽകി. ആര്യലോക ആശ്രമത്തിലെ ആര്യകൃഷി പദ്ധതിയുടെ ഭാഗമായുള്ള പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ ജൈവ നെൽകൃഷിയിടം മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ ഗീവർഗീസ് യൂലിയോസ് സന്ദർശിച്ചു. സമ്പൂർണ്ണ ജൈവ രീതിയിലൂടെ മണ്ണിനെ പുനർജീവിപ്പിച്ചാണ് കൃഷി ചെയ്യുന്നതെന്ന് ആര്യ മഹർഷി പറഞ്ഞു. പാരമ്പര്യ ധാന്യങ്ങളുടെ സംരക്ഷണം കാലത്തിന്റെ ആവശ്യമാണെന്നും കർഷകന്റെ വിയർപ്പാണ് സമൂഹത്തിന്റെ അടിത്തറയെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. മാത്രമുണ്ട് ഇതൊന്നും നമുക്ക് ഈ എന്താ പറയുക കാലാപത്തി, അതുപോലെ രക്തശാലി, സങ്കരേന നല്ലൊരു പാഠം എനിക്കൊരു പക്ഷേ. മുക്കാട്ടുകര സെന്റ് ജോർജസ് പള്ളിയിലെ ബലിപീഠം പുനഃപ്രതിഷ്ഠിച്ചു. തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ആശീർവാദം നിർവഹിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ഫാദർ ഹാഡ്ലി നീലങ്കാവിൽ, ഫാദർ ഫാബിൻ നീലങ്കാവിൽ, ഫാദർ ലിജോ പതിപ്പറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.
വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ അധ്യക്ഷ. ചേലക്കരയിൽ SIR ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ. ചേലക്കര പത്തൊടി സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമലംഘനം നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പിടിമുറുക്കാൻ ജില്ലാ ഭരണകൂടം. കർശന നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കളക്ടറുടെ നിർദ്ദേശം. കളക്ടറുടെ നടപടി ഊരകം ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഇത്തവണ 1 ലക്ഷത്തോളം ഭക്തർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം അധികൃതർ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചിമുറി ബ്ലോക്കിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ ശുചിമുറി ബ്ലോക്കാണ് നശിപ്പിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.